തുടരണം. ഇപ്പോൾ അർജുന്റെ ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഈ അർജുനെ നമുക്ക് കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. എന്തായാലും ഈ റഡാർ സംവിധാനം ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 4 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും. നമ്മളെല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവരും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ, കേക്കാം പറയൂ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ? അതായത് അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ലേ? കാരണം ഈ ഒരു 4 മണിക്കൂർ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ചില പിഴവുകൾ സംഭവിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ കർണാടക സർക്കാരും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുകയാണ്. മാഡം, പിഴവുകളും കാര്യങ്ങളും അതല്ല മാഡം. ഇപ്പം സിറ്റുവേഷൻ എന്താ, എനിക്ക് മനസ്സിലായ കാര്യം ഇവിടെ നല്ലൊരു റിസ്ക് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലൊരു ഡ്രാമ നല്ല രീതിയിൽ ഡ്രാമ അവര് ചെയ്യുന്നുണ്ട് മാഡം. ഇപ്പൊ നമ്മളെ മനാഫ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ വന്നൊരു വണ്ടിയുടെ ഓണറാ. അപ്പൊ അദ്ദേഹം ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളെ റിസ്ക്യൂ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അയാളെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം ഇവിടെ വണ്ടി തടഞ്ഞു. അയാളെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മനാഫ് എന്ന് പറഞ്ഞ ആളെ നല്ല രീതിയിൽ മർദ്ദിക്കുകയുണ്ടായി. മർദ്ദിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ മർദ്ദിക്കുന്നത്? അത് നമ്മളോട് ഈ സേഫ്റ്റി റിസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ഇയാളോട്, രഞ്ജിത്തിനോട് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടോ, അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഉള്ള ആളാണോ എന്ന് ചോദിക്കുക. അപ്പൊ നമുക്കതല്ലല്ലോ, അവിടെ എത്തിപ്പെടാന്നുള്ളതാണല്ലോ, അവിടെ വണ്ടിയുടെ അവിടേക്ക് എത്തിപ്പെടാന്നുള്ള. അപ്പൊ നമ്മളെ കുറച്ച് വെപ്രാളം സ്പീഡിലായിരുന്നു. അപ്പം അവിടെ ബ്ലോക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് അത് ഇതെന്ന് പറഞ്ഞ് അവിടെ ടൈം കളയായിരുന്നു. നമ്മളവിടെ നിർത്തിയിട്ട് ടൈം വേസ്റ്റ് ആക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ മനാഫ് ചോദിച്ചു, എന്താ സാർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. മുന്നോട്ട് പോയപ്പോൾ തിരിച്ച് മർദ്ദിക്കുകയുണ്ടായത്. നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ ഈ സ്ഥലത്തുണ്ടോ? സ്ഥലത്തുണ്ട്. എങ്ങനെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? അതിൽ തൃപ്തികരമാണോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരി പറഞ്ഞിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ചില പിഴവുകളൊക്കെ ഉണ്ടെന്ന്. നിലവിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾ വിലയിരുത്തുന്നത്? മേഡം, ഇവിടെ ആദ്യം മുതലേ വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുന്നത് മേഡം, ഇവിടെ മെയിൻ ആയിട്ടുള്ള അതായത് മിനിസ്റ്റർ, MLA അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരൊന്ന് ഒരു ഡ്രാമ മാതിരി എല്ലാവരും ആക്റ്റീവ് ആവുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, ഒന്ന് അവിടേക്ക് പോയി നിൽക്കുക, അങ്ങനത്തെ ഒരു സജ്ജീകരണമാണ്. അപ്പോൾ നമ്മളവിടേക്ക് ഞാൻ ആദ്യം മുതലേ ഇവിടെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ രക്ഷാപ്രവർത്തനത്തെക്കാൾ കൂടുതൽ ഒരു ഡ്രാമയാണ് മേഡം ഇവിടെ നടക്കുന്നത്. ആരെങ്കിലും വരുമ്പോൾ ഒന്ന് പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒന്ന് അവിടേക്ക് ഞങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുപ്പിക്കാൻ മാത്രമാണ് നമ്മളെ അങ്ങോട്ട് അതിന് വണ്ടിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കയറ്റി നിർത്തി ഫോട്ടോ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഞങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇവർക്ക് ഇത് കാണിക്കണം, നമ്മളെ സർക്കാരിന് ഇത് അയച്ചു കൊടുക്കണം. നമ്മളെ ഫോട്ടോ എടുത്ത് ഇവരിവിടെ കാണുന്നുണ്ടല്ല, എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറ്റി നിർത്തുക. നല്ലൊരു ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഒന്നുമല്ല, അതിലൊരു നല്ലൊരു ഡ്രാമ അവർ എല്ലാവരും കൂടി ചെയ്യുന്നത്. ഞങ്ങൾക്കതാ മനസ്സിലായ കാര്യം. ഈ ഒരു നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ ഡ്രാമയാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അധികൃതരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇപ്പൊ MLA ഞങ്ങളോട് നേരിട്ട് സംസാരിച്ച MLAക്ക് ഞങ്ങളുടെ മനാഫ് എന്ന് പറഞ്ഞ ആളെ മർദ്ദിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഫോണിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡയറക്റ്റ് MLA ഞങ്ങളോട് തന്നെ ആവശ്യപ്പെട്ടു, ഞങ്ങൾ അത് അയച്ചു കൊടുത്തു സാറിന്. ആ വീഡിയോ ഞങ്ങൾ അയച്ചു കൊടുത്തു. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേറ്റ് ഇതിന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഞങ്ങൾ അവിടെ സ്റ്റേറ്റിൽ നിന്ന് ഒരാൾ ഇവിടേക്ക് സ്വന്തം സേഫ്റ്റി പോലും നോക്കാണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നപ്പോൾ അയാളെ വരെ ബ്ലോക്ക് ചെയ്തിട്ട് അയാളോട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആവശ്യപ്പെട്ട് അയാളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുക. അപ്പൊ അതിനെതിരെ മനാഫ് ചോദിക്കാൻ ചെന്നതിനാണ് അയാളെ മർദ്ദിച്ചത് നല്ല രീതിയിൽ. ശരി, എന്തായാലും ഇപ്പൊ ഈ പ്രദേശത്തേക്ക് കേന്ദ്രമന്ത്രി വരുന്നുണ്ട്, DH കുമാരസ്വാമി. അദ്ദേഹം ഈ കർണാടക സ്വദേശി കൂടിയാണ്. എന്തായാലും അദ്ദേഹം വരുന്നതോടുകൂടി കുറച്ചുകൂടി ഊർജിതമായിരിക്കും ഈ ഒരു തിരച്ചിലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ റഡാർ സിസ്റ്റം നമുക്കറിയാം, ഈ കവളപ്പാറയിലും പുത്തുമലയിലൊക്കെ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ സമയത്ത് അവിടെ നിന്നൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു റഡാർ സിസ്റ്റമാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. ഓക്കെ മേഡം, ഓക്കെ ശരി.